Hi friends, welcome to my new vlog. സോ ഒരു ഇടവേളയ്ക്ക് ശേഷം പുതിയൊരു അപ്ഡേറ്റുമായി വന്നിരിക്കുകയാണ് ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷൻ. നിലവിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന 6.7.1 എന്നുള്ള ആൻഡ്രോയിഡ് വേർഷനും 6.7.2 എന്നുള്ള iOS വേർഷനുമാണ്. ഇപ്പോൾ പുതിയതായിട്ട് ഫെഡറൽ ബാങ്ക് 6.8.0 വേർഷൻ റിലീസ് ചെയ്തിരിക്കുകയാണ്. നിലവിൽ iOSൽ മാത്രമാണ് ഈ ഒരു അപ്ഡേറ്റ് അവൈലബിൾ ആയിരിക്കുന്നത്. സോ എന്തൊക്കെയാണ് പുതുതായിട്ട് വന്നിരിക്കുന്ന ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ്സ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ഈ ഫീച്ചേഴ്സ് ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഇതിൽ ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് അപ്ലൈ ഫോർ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ഫ്ലാഷ് പേ എന്നുള്ളതാണ്. നമുക്കറിയാം നിലവിൽ ഡെബിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാൻ നമ്മൾ ബ്രാഞ്ചിൽ പോകണം, അല്ലെങ്കിൽ നമ്മൾ ഫെഡി പോയിന്റ് എന്ന് പറയുന്ന സർവീസ് പോർട്ടൽ വഴിയാണ് ഡെബിറ്റ് കാർഡ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇനി മുതൽ നിങ്ങൾക്ക് ഫെഡ് മൊബൈൽ വഴി ഡെബിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാൻ പറ്റും, അതുപോലെ ഫ്ലാഷ് പേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഫ്ലാഷ് പേ എന്താണെന്ന് നമ്മൾ വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കാവുന്നതാണ്, നിങ്ങൾക്കത് വാച്ച് ചെയ്യാവുന്നതാണ്. സോ അതുപോലെ തന്നെ രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഫെഡറൽ റിവാർഡ് പോയിന്റ്സ് ആണ്. നമുക്കറിയാം എല്ലാ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പിങ്ങിനും ഓൺലൈൻ പർച്ചേസിനൊക്കെ നമുക്ക് റിവാർഡ് പോയിന്റ്സ് ലഭ്യമാണ്. ഈ റിവാർഡ് പോയിന്റ്സ് നിലവിൽ ഫെഡറൽ ബാങ്കിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇനി മുതൽ അത് നമുക്ക് ഫെഡ് മൊബൈൽ വഴി ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതെങ്ങനെ ക്ലെയിം ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെബിറ്റ് കാർഡ് മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിൽ റിവാർഡ് പോയിന്റ്സ് കാണാം. റിവാർഡ് പോയിന്റ്സ് അവിടെ നിന്ന് നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. സോ ഇതിൻ്റെയും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫെഡറൽ റിവാർഡ് പോയിന്റ്സ് എന്താണ്, വെബ്സൈറ്റ് വഴി എങ്ങനെയാണ് അത് ക്ലെയിം ചെയ്യുക എന്നുള്ളൊരു വീഡിയോ നമ്മൾ മുമ്പ് വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞാനിവിടെ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കാം, അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കത് വാച്ച് ചെയ്യാവുന്നതാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് UPI നമ്പർ ഫെസിലിറ്റിയാണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ UPI ഫെസിലിറ്റി ഫെഡ് മൊബൈലിലും അതുപോലെ തന്നെ മറ്റുള്ള ആപ്പുകളിലൊക്കെ ഉണ്ട്. അതിൽ നമ്മൾ UPI ID ക്രിയേറ്റ് ചെയ്തിട്ട് UPI ID വഴിയാണ് നമ്മൾ പണമിടപാടുകൾ നടത്തുന്നത്. UPI നമ്പർ എന്ന് പറയുന്നൊരു ഫെസിലിറ്റി ഉണ്ട്. കാരണം UPI ID ഒക്കെ നമുക്ക് ചിലപ്പോൾ ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ UPI നമ്പർ എന്ന് പറയുന്ന ഫെസിലിറ്റി വെച്ചാൽ നമ്പറുകൾ നമുക്ക് ചൂസ് ചെയ്ത് ഒരു ID ക്രിയേറ്റ് ചെയ്യാം. മേ ബി നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ തന്നെ ഒരു UPI ID ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഫെസിലിറ്റിയാണ്. സോ നമുക്കൊരു ഫണ്ട് റിസീവ് ചെയ്യണമെങ്കിൽ നമ്മൾ UPI ID പറഞ്ഞു കൊടുക്കുന്നതിന് നമുക്ക് ആ നമ്പർ പറഞ്ഞു കൊടുക്കാൻ പറ്റും. വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു നമ്പർ നമുക്ക് സെലക്ട് ചെയ്യാം UPI IDക്ക് പകരമായിട്ട്. നിങ്ങൾ എടുത്ത നമ്പർ വേറൊരാൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പർ ചൂസ് ചെയ്യാൻ പറ്റില്ല. ഈ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റീസും നമുക്കിപ്പോൾ ഫെഡ് മൊബൈൽ വഴി ചെയ്യാൻ പറ്റും. അതിനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് ഇതുപോലെ തന്നെ UPI ബന്ധപ്പെട്ടുള്ള മറ്റൊരു ഫീച്ചറാണ്, നമുക്ക് നമ്മുടെ UPI പിൻ, അതായത് UPIN എന്ന് പറയുന്നത് ആധാർ OTP വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിലവിൽ നമ്മൾ ഫെഡ് മൊബൈലിൽ UPI IDs ആഡ് ചെയ്തു. അപ്പോൾ UPI IDs മാനേജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ UPIN ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പുതിയ UPI ID ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ പിൻ സെറ്റ് ചെയ്യാനോ നിലവിൽ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആധാർ OTP വെച്ചിട്ട് നമ്മുടെ UPIN സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതാണ് അടുത്തൊരു ഫീച്ചറായിട്ട് ഈ ഒരു 6.8.0 വന്നിരിക്കുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് MPIN കീബോർഡിലുള്ള ചേഞ്ചാണ്. സോ ഫെഡ് മൊബൈലിൽ ലോഗിൻ ചെയ്യാനും അതുപോലെ തന്നെ ഫെഡ് മൊബൈൽ ഇടപാടുകൾ നടത്താനും നമ്മൾ MPIN എൻ്റർ ചെയ്യാറുണ്ട്. ഈ സമയത്ത് ഒരു നമ്പർ കീബോർഡ് നമുക്ക് വരുന്നതാണ്. ഈ നമ്പർ കീബോർഡ് എപ്പോഴും ഒരേ ഓർഡറിലാണ് ആ നമ്പറുകൾ ഉണ്ടാകുന്നത്. സോ റാൻഡമൈസ്ഡ് കീബോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ ഓരോ തവണ നിങ്ങൾ MPIN എൻ്റർ ചെയ്യാൻ നോക്കുമ്പോഴും ഈ കീബോർഡിലെ നമ്പറുകൾ ഷഫിൾ ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഓർഡറിലായിരിക്കില്ല അടുത്ത തവണ നിങ്ങൾ കീബോർഡ് എടുക്കുമ്പോൾ നമ്പറുകൾ കാണുക. അതിൻ്റെ ഒരു ഗുണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു സാധാരണ ഓർഡറിലുള്ളൊരു കീബോർഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പിൻ എൻ്റർ ചെയ്യുന്ന സമയത്ത് മറ്റൊരാൾക്ക് ഏകദേശം നമ്മുടെ കൈയുടെ മൂവ്മെൻറ്റ്സ് വെച്ചിട്ട് ഇന്ന നമ്പറുകളാണ് നമ്മളുടെ MPIN ആയിട്ട് വരുന്നതെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പം ഈ ഒരു റാൻഡമൈസ്ഡ് കീബോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിലൂടെ നമ്മൾ എൻ്റർ ചെയ്യുന്ന പിന്ന് ആ ഒരു മൂവ്മെൻറ്റ് നോക്കിയിട്ട് അയാൾക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം നെക്സ്റ്റ് ടൈമിൽ കീബോർഡ് നമ്മൾ എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് ഈ നമ്പേഴ്സ് വീണ്ടും ഷഫിൾ ആവും. അപ്പോൾ ആ പിന്ന് എൻ്റർ ചെയ്യുന്ന മൂവ്മെൻറ്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചറായിട്ട് ഇവർ വെച്ചിരിക്കുന്നത്. ഒരു സെക്യൂരിറ്റി കൺസേൺ ആയിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ ഇത് വളരെ നല്ലൊരു ചേഞ്ച് തന്നെയാണ്. പക്ഷേ മേ ബി ചിലപ്പം പ്രായമായ ആളുകൾക്കൊക്കെ ഈ ഒരു MPIN എൻ്റർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം സ്ഥിരമായിട്ട് അവർ എൻ്റർ ചെയ്തൊരു പാറ്റേൺ ഉണ്ടാവും. ആ പാറ്റേൺ ഇപ്പോൾ മാറുകയാണ്. കാരണം ഓരോ തവണയും ഈ നമ്പേഴ്സുകൾ ഷഫിൾ ചെയ്യും. അതുപോലെ തന്നെ നമ്മളാണെങ്കിലും പിന്ന് സാധാരണ ഒരു പാറ്റേണിൽ അടിച്ച് ശീലിച്ചിട്ടുണ്ടാകും. സോ നമ്മൾ ആ പിന്ന് ഇനി മുതൽ എൻ്റർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, നമ്പേഴ്സ് എവിടെയാണെന്നുള്ളത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ടൈപ്പ് ചെയ്യുന്നതിൽ പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോങ് പിൻ എൻ്റർ ചെയ്യാനും അതുപോലെ തന്നെ ഫെഡ് മൊബൈൽ ലോക്കായി പോകാനുള്ള ചാൻസുകളുണ്ട്. സോ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ഒരു OS വേർഷൻ അലേർട്ടാണ്. അതായത് ഇപ്പം ആൻഡ്രോയിഡ് യൂസേഴ്സിനാണെങ്കിൽ ഫെഡ് മൊബൈൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ആൻഡ്രോയിഡ് 7 ലോട്ടാണ്
സപ്പോർട്ട് കിട്ടത്തുള്ളൂ. ഇപ്പം മിനിമം 7 അല്ലെങ്കിൽ എബോവ് ഉണ്ടെങ്കിൽ നമുക്ക് ഫെഡ് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആൻഡ്രോയിഡ് 6 5 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫെഡ് മൊബൈൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങളിപ്പോൾ ആൻഡ്രോയിഡ് 6 ആണ് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ, OS വേർഷൻ 6 ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫെഡ് മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു അലേർട്ട് കാണിക്കും, നിങ്ങളുടെ OSൽ സപ്പോർട്ട് ചെയ്യില്ല, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം, നിങ്ങളുടെ OS അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ ഫെഡ് മൊബൈൽ വർക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അലേർട്ട് നിങ്ങൾക്ക് കാണിക്കും. അതുപോലെ തന്നെ ഐഫോൺ യൂസേഴ്സിനാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഐഫോണിൻ്റെ OS വേർഷൻ 12-ന് ചോടെയാണെങ്കിൽ, ഇപ്പോൾ 11 ആണെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്കൊരു അലേർട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു അലേർട്ട് കിട്ടും, നിങ്ങളുടെ OS വേർഷൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഫെഡ് മൊബൈൽ വർക്ക് ചെയ്യുള്ളൂ എന്നുള്ളത്. സോ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ആൻഡ്രോയിഡ് യൂസേഴ്സ് ആണെങ്കിൽ ആൻഡ്രോയിഡ് വേർഷൻ 7 ആൻഡ് എബോവ് മോഡലാണ് സപ്പോർട്ട് കിട്ടുക. അതുപോലെ തന്നെ iOS യൂസേഴ്സ് ആണെങ്കിൽ iOS 12 ആൻഡ് എബോവ് മാത്രമേ ഫെഡ് മൊബൈൽ വർക്ക് ചെയ്യത്തുള്ളൂ. പിന്നെ വന്നിരിക്കുന്നത് കുറേ ബഗ് ഫിക്സസ് ആണ്. 6.7.1-ൽ 2-ലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇഷ്യൂസ് അവർ റിസോൾവ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ നോക്കാവുന്നതാണ്. സോ നിങ്ങളെല്ലാവരും തന്നെ ഉടനെ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ iStoreലും പോയിട്ട് നിങ്ങളുടെ ഫെഡ് മൊബൈൽ ഉടനെ തന്നെ 6.8.0-ലേക്ക് അപ്ഡേറ്റ് ചെയ്യുക ഫോർ ദ ബെറ്റർ എക്സ്പീരിയൻസ് ഫോർ ദി ന്യൂ ഫീച്ചേഴ്സ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം, ഞാനതിന് റിപ്ലൈ തരുന്നതുമാണ്. സോ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.